ഞാൻ ഫോട്ടോ എടുപ്പിച്ച അതാ ആ അപ്പൊ മാബുവും വേറുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ആ നിങ്ങള് ഞങ്ങൾക്ക് ഇനി മുപ്പരേക്ക് കൊടുക്കാണ്ടില്ല കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ആ ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങളോട് തിരിച്ചു തരും. ആ അത് അങ്ങനെ ചെയ്തതാ. ശരി ഞാൻ ആ പോകാൻ പറഞ്ഞ ഞാൻ പോന്നതാ. ശരി ഇന്നേരം ഒരു കൂട്ടി കൊണ്ടുപോയത് അങ്ങോട്ട് തന്നെ. നിങ്ങളെ മനസ്സാറിന് കൊടുത്തതല്ലേ? മനസ്സാറിന് കൊടുത്തതല്ലേനോ? അങ്ങനെ എന്ത് ഏ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? ആ ഞാൻ പെൻഷന് ആ ഓരോരോ നേതാക്കന്മാരെ എത്തിയെത്തു, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരും എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് ആ മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല. അങ്ങനെ ആ കളിക്കുന്നില്ലേ? ആ അത്രയും മാതിരിയിൽ ഞാൻ സ്റ്റേജിന്മേ കയറിയിട്ട് കളിക്ക ആ മുപ്പരെത്തിയെത്തിന്. ആ ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാൾ എതിർത്ത് കൊടുക്കാണ്ട് ഇങ്ങോട്ട് എന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് ആ തിരിച്ചു തരികയും ചെയ്തു. ഞാൻ മനസ്സറിന് കൊടുക്കാനില്ല. പേര് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്ത പറഞ്ഞ അത് ചെയ്യണ്ടായിരുന്നു. അടുത്തിടെ മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി CPM ചെയ്യുന്ന ചില കാര്യങ്ങളെല്ലാം പിഴയ്ക്കുകയാണ്. ചെയ്തത് പാളിയാലും അതിനെ ന്യായീകരിക്കുന്ന പാളിച്ചയെ വെള്ളപൂശും. അണികൾ പാർട്ടി ക്യാപ്സൂളുകൾ കൂടി വിഴുങ്ങുമ്പോൾ പിന്നെ സംഭവിച്ചതെല്ലാം നല്ലതിനെ എന്ന് സ്വയം ആശ്വസിക്കും. ഒരു തെരഞ്ഞെടുപ്പ് വരണം ആ സുവർണ സുന്ദര സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങാൻ. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയാലും ചെയ്യുന്നതൊക്കെ ശരി തന്നെ എന്ന ഭാവം. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ് ആ വികാരത്തിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കും. പിന്നെ അവർക്ക് മാത്രം മനസ്സിലാകുന്ന ചില തൊടുന്യായീകരണങ്ങളും തൊടുത്തുവിടും. അതോടെ എല്ലാം ശുഭം, എല്ലാം സുന്ദരം. CPMന്റെ പാടുന്ന തന്ത്രങ്ങളിൽ ഒടുവിലെത്തിയതായി കോഴിക്കോട് ബാലുശ്ശേരിയിൽ മൊയ്തീൻ എന്ന പാവപ്പെട്ട മനുഷ്യനെ കോമാളിയാക്കിയ എപ്പിസോഡാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ചിരിയുടെയും പരിഹാസത്തിന്റെയും കൊടുങ്കാറ്റാകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജാഥ കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം. സ്വീകരണം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറി വരികയാണ് മൊയ്തീൻ എന്ന പാവ മനുഷ്യൻ. സർക്കാരിൽ നിന്ന് കിട്ടിയ പെൻഷനായ 2000 രൂപയെടുത്ത് MV ഗോവിന്ദന്റെ കയ്യിൽ വെച്ചു. സർക്കാരിനെ പുകഴ്ത്തുന്നു. നിങ്ങൾ ഇനിയും വന്നാലേ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടൂ, UDF വന്നാൽ കിട്ടില്ല എന്നും പറഞ്ഞു മൊയ്തീൻ. പാർട്ടി സെക്രട്ടറി മൊയ്തീൻ കൊടുത്ത പണം വാങ്ങി ഒന്നെണ്ണി നോക്കിയ ശേഷം നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് മൊയ്തീന് പണം തിരികെ നൽകുന്നു. സംഭാവന സ്വീകരിച്ചതായി കരുതാമെന്നും പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ആ ദൃശ്യത്തിന്റെ മനോഹാരിത സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷമുള്ള പ്രതികരണത്തിലായിരുന്നു. സ്റ്റേജിൽ കയറി ഗോവിന്ദൻ മാഷിന് പണം നൽകിയത് നേതാക്കന്മാർ പറഞ്ഞിട്ടാണ് എന്നായിരുന്നു മൊയ്തീന്റെ പ്രതികരണം. നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞു, പൈസ അയാൾക്ക് കൊടുക്ക്, അയാൾ തിരികെ തരുമെന്ന്. അതുപോലെ കൊടുത്തു, അയാൾ തിരിച്ചും തന്നു. സ്റ്റേജിൽ നടന്നതെല്ലാം നേതാക്കളുടെ സംവിധാനത്തിലുള്ള നാടകമാണ് എന്ന് നിഷ്കളങ്കനായ ആ വയോധികൻ തുറന്നു പറഞ്ഞു. ഇത് കേട്ടു നിന്നവർ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ആ പാവം അതറിഞ്ഞതുമില്ല. വീഡിയോ കോൺഗ്രസിന്റെ സൈബർ ആർമി ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയ നിറയെ മൊയ്തീൻ കൈയുടെ സത്യസന്ധതയും CPMന്റെ പാളിയ PR വർക്കും മാത്രമായി. ഇതോടെ ഗോവിന്ദൻ മാഷിന്റെ ജാഥ ട്രോളായി മാറിയിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് ജാഥ പോകുന്നിടത്തെല്ലാം ട്രോളിനുള്ള സ്കോപ്പുണ്ട് എന്ന് ദോഷക്കൈ ദൃക്കുകൾ പറയുന്നുണ്ട്. അതിൽ ലേറ്റസ്റ്റ് മാത്രമാണ് ബാലുശ്ശേരിയിൽ പെൻഷൻ കൈമാറൽ തിരികെ കൊടുക്കൽ നാടകം. MV ഗോവിന്ദന് വയോധികൻ പണം നൽകുന്നത് വ്യാജ PR ദൃശ്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. സ്വമനസാലെ പോയി പെൻഷൻ പണം നൽകിയതല്ല എന്ന് മൊയ്തീൻ വെളിപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരു സാഹസം ചെയ്യാൻ ബുദ്ധിയുള്ള ആരെങ്കിലും മുതിരുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള മുതൽ ആഗോള അയ്യപ്പ സംഗമം വരെ കിട്ടിയതെല്ലാം അടിച്ചു മാറ്റുന്ന സഖാക്കളുടെ കയ്യിൽ സ്വബോധമുള്ള ആരെങ്കിലും പണം കൊടുക്കുമോ? കൊടുത്ത പണം തിരികെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലർ സംശയം ഉന്നയിച്ചിരുന്നു. അവരിൽ ചിലർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവരാണെന്നും ട്രോളന്മാർ പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് LDF സർക്കാരിലാണ് വിശ്വാസമെന്ന് കാട്ടാനായിരുന്നു ഈ നാടകമെന്ന് അനുമാനിക്കാം. കാരണം ഈ റീൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചതാണ്. പെൻഷൻ തരുന്ന സർക്കാർ തുടരണമെന്ന് പ്രചരിപ്പിക്കാനായി ഇട്ട റീൽ CPMനെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തിരക്കഥ പൊളിഞ്ഞുവെന്ന് പറഞ്ഞ് സൈബറിടത്തിൽ കോൺഗ്രസ് വ്യാപകമായി CPMനെ പരിഹസിക്കുന്നു. ഇതിനിടെ കോൺഗ്രസുകാർ ക്ഷേമ പെൻഷനെ അവഹേളിക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടുണ്ട്.
ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ് പെൻഷൻ തുക ഉയർത്തിയിട്ടുള്ളത് എന്നും റിയാസ് അവകാശപ്പെടുന്നു. ഈ നാടകം സ്റ്റേജിന് താഴെ വെച്ച് തന്നെ പൊളിഞ്ഞതിന്റെ ക്ഷീണം അടുത്തിടെയൊന്നും എന്തായാലും തീരില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും CPM നന്നാകുമെന്ന് കരുതിയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്നു. പുറത്തുവരുന്ന ഓരോ വാർത്തയും പക്ഷേ ആ പ്രതീക്ഷ കെടുത്തുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് അവസാനത്തേതാകണമേ എന്ന് ദൈവവിശ്വാസികളല്ലാത്ത പാർട്ടിക്കാർ പോലും പ്രാർത്ഥിച്ചുവെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ബാലുശ്ശേരിയിലെ പണം സ്വീകരിക്കൽ, തിരികെ നൽകൽ എപ്പിസോഡ് പലതും തുടരുമെന്നതാണ് തെളിയിക്കുന്നത്. തുടരും എന്ന മോഹൻലാൽ സിനിമയുടെ ടൈറ്റിൽ എടുത്ത് പിണറായി ഭരണം തുടരും എന്നാക്കി മാറ്റിയിരുന്നു CPM. തുടരുന്നത് അമളുകൾ മാത്രമാണ് എന്ന് ബാലുശ്ശേരി സംഭവം വ്യക്തമാക്കുന്നു. തിരശ്ശീല വീഴുന്നതിന് മുൻപ് സ്റ്റേജിലെ നാടകത്തിന് നേരെ ചീമുട്ടയേറെ കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ക്ഷീണം മാറ്റാൻ ദാഹശമനിയായി അടുത്തൊരു വിഷയം ഉടൻ കണ്ടുപിടിച്ചേ മതിയാകൂവെന്നാണ് പാർട്ടി ഹാൻഡിലുകളുടെ ആവശ്യം.